എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചെറുപ്പത്തിൽ മൂത്തവർ സംസാരിക്കുമ്പോൾ അവിടെ ഇടയിൽ എവിടെയെങ്കിലും പോയിരുന്ന അച്ഛൻ പറയും, പോയി കളിച്ചേ, മൂത്തവർ സംസാരിക്കുന്നിടത്ത് കുട്ടികൾക്ക് എന്താ കാര്യം. ഞാൻ 10ലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെയും എൻ്റെ കസിൻ സിസ്റ്ററുടെയും കൂടെ പറമ്പിൽ പോയിട്ട് കളിക്കും. ഞങ്ങൾ എന്താ കളിക്കണമെന്നല്ലേ, ഒന്നുമില്ലെങ്കിൽ കള്ളനും പോലീസും, ഇല്ലെങ്കിൽ 2 വടി കുത്തി വെച്ചിട്ട് അമ്മയുടെ സാരിയോ ബെഡ്ഷീറ്റോ ഒറ്റ മുകളിൽ കൂടെ ഇട്ടിട്ട് അമ്മയും അച്ഛനും കളിയാണ്. ഈ അമ്മയും അച്ഛനും കളി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ചിരട്ടയിൽ ഇത്തിരി അരി എടുത്ത് വയ്ക്കും. എന്നിട്ട് അച്ഛനാവോ എൻ്റെ അനിയനാട്ടോ, അച്ഛൻ ജോലിക്ക് പോവും, ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ഉള്ളിലിരിക്കും. എന്നിട്ട് അച്ഛൻ വരും വൈകുന്നേരം, ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങും. ഇതാണ് അച്ഛനും അമ്മയും കളി. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നോടൊന്നും പറയില്ല അവരെന്താ വീട്ടിലുണ്ടാവണേ, ഒന്നും നടക്കില്ല. എൻ്റെ ഒപ്പമുള്ള എൻ്റെ കസിൻസൊക്കെ അവരൊക്കെ കൂടെ ഇരുന്ന് മൂത്തവരുടെ കൂടെയൊക്കെ സംസാരിക്കും, ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പോൾ എനിക്ക് വിഷമമാവും, എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന്. പക്ഷേ എനിക്കിപ്പോൾ തോന്നാം, ഞാൻ അന്ന് അങ്ങനെ കുട്ടിയായിരുന്നതിന് കാരണം അച്ഛൻ തന്നെയല്ലേ. എൻ്റെ ബാല്യം എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. വലുതാവാൻ എത്രയോ സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വലിയവരുടെ കാര്യങ്ങൾ അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അറിയുന്നുണ്ട് വലുതായപ്പോൾ. വലുതായവരുടെ പ്രശ്നങ്ങൾ വേറെ കുറേയാണ്. ചെറുതായി തന്നെ ഇരുന്നാൽ മതിയെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കേട്ടോ. ഇന്നസെൻസ് ഇസ് ബ്ലിസ്, അല്ലേ?